അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധയപ്പെട്ട ഒരു വീഡിയോ, ഒരു 16-കാരിയായ ഒരു ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഈ അടുത്ത് മീനാക്ഷി എന്ന് പറയുന്ന സിനിമ നടി, ആ പെൺകുട്ടി ഇതേപോലെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ പെൺകുട്ടിയല്ല, കുറച്ച് മുതിർന്ന കുട്ടിയാണ്. എന്തായാലും ആ കുട്ടി പറഞ്ഞപ്പോഴും ആ കുട്ടി ചെറിയ വായിൽ വലുതെന്തൊക്കെയോ പറയുന്നു എന്നൊക്കെയാണ് ഇവിടെ പല ആളുകളും പറയുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇവിടെ 16 വയസ്സുകാരിയായ കുട്ടിയും ഇതേപോലെ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ അത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുകളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ യാഥാസ്ഥിതിക സമൂഹത്തിലെ പുരുഷ മേധാവികൾ പറയാറുള്ളതിനേക്കാളൊക്കെ അപ്പുറം, അല്ലെങ്കിൽ അവർ ഓൾറെഡി വരച്ചിട്ടുള്ള വരകൾക്ക് അപ്പുറത്തേക്ക് ചാടി കിടക്കുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് ഇവിടെ ശ്രദ്ധയപ്പെട്ടപ്പോൾ അത് സഹിക്കാത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അത് നമ്മളുടെ ഈ പേപ്പട്ടി മതത്തിൻ്റെ തന്നെ ആളുകളാണ്. അതിനകത്ത് ചേരി തിരിഞ്ഞുകൊണ്ട് അവരതിനകത്ത് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അതിലേക്കാണ് നമുക്ക് കിടക്കാനുള്ളത്. അതിൻ്റെ പൊള്ളത്തരങ്ങളാണ് നമുക്കിന്ന് കാണാനുള്ളത്. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ കുട്ടി എന്താ പറഞ്ഞെന്നുള്ളത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. കഴബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഴബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീവി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്, പള്ളിയിൽ ജീവിച്ചിരുന്നു. പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു. സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷെ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. ഓക്കെ, അപ്പോൾ കേട്ടല്ലോ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള പെണ്ണുങ്ങളായിരുന്നു നമ്മുടെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഇവിടെ പർദ്ദയൊക്കെ ഇട്ട് മുഖമൊക്കെ മൂടി ഇവിടെ മതിൽ കെട്ടാൻ വേണ്ടി വന്നത് എന്ന് നമ്മൾ ഇത്തരണത്തിലൊന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കുക, അതായത് എന്തായിരുന്നു അന്നത്തെ ഹിന്ദു സമൂഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള നിലപാട്? ഇത് ഞങ്ങളുടെ ആചാരത്തിന് വിരുദ്ധമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ടേ, എങ്ങനെയാണത് കയറേണ്ടത്, ആർക്കൊക്കെ കയറാം, ഇതൊക്കെ സംബന്ധിച്ച് അവരുടെ ആചാരപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള അവരുടെ ഒരു രീതിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആചാരം എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കണം. ആചാര ലംഘനം, ആചാര സംരക്ഷണം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതാ ഹിന്ദു മതത്തിൻ്റെ എന്ന രീതിയിൽ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അത് ആചരിക്കാനും അതിൻ്റെ നിയമങ്ങൾ വെക്കാനും ഒക്കെയുള്ള അവകാശം അത് അവർക്കാണുള്ളത്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണോ ഇസ്ലാമിൻ്റെ അവകാശങ്ങൾ, ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനും അത് പരിഷ്കരിക്കാനുള്ള അവകാശം എങ്ങനെയാണോ ഇവിടുത്തെ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കോ ഇല്ലാത്തത്, അതെങ്ങനെയാണോ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ളത് എന്നതുപോലെ തന്നെയുള്ളതാണ് ഈ പറയുന്ന ഹിന്ദുക്കളുടെ ഈ ഒരു അവകാശം എന്ന് പറയുന്നത്. അതിനകത്ത് ശരി തെറ്റ്, തുല്യതയുടെ വിഷയം, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന സ്ത്രീകളുടെ പ്രവേശനം അത് അമ്പലത്തിൽ ശബരിമലയിൽ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു വഴി ഇവിടെ വന്നപ്പോൾ അതിനെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ അവിടെ ഒരു മുഴച്ചു നിന്നത്, ഏച്ചുകെട്ടലായിട്ട് നമുക്ക് തോന്നിയത് ഈ മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യമാണ്. കാരണം അവരവിടെ നിൽക്കുമ്പോൾ അവർ സ്വയം ഈ പർദ്ദയൊക്കെ അണിഞ്ഞ് അടിമത്തത്തിൻ്റെ ചിഹ്നം അത് അവരുടെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ടാണ്, ഈ പറയുന്ന പർദ്ദ അണിഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്നിരുന്നത്. ഒന്നത്. രണ്ട്, അതായത് അവരുടെ ആ മതത്തിൽ ഈ പറയുന്ന പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവിടെ നിലനിൽക്കുക. അന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് അങ്ങനെ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് കയറാലോ, ഞാൻ കയറാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായാലും ആ കള്ളിയൊക്കെ പൊളിഞ്ഞു. കാരണം ഇസ്ലാമിനകത്ത് ഒരു വലിയ പ്രശ്നമാണ് ഈ സംഗതി. സുന്നികൾ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ യാഥാസ്ഥിതിക ആ ഒരു ഇസ്ലാമിക സമൂഹത്തിനകത്ത്, അല്ലെങ്കിൽ ഇവിടുത്തെ APK സുന്നികൾ എന്നൊക്കെ പറയുന്ന ആ വിഭാഗത്തിൽ യാത്രക്കാരായ ആളുകൾക്ക് മാത്രമേ പള്ളി കയറാൻ പറ്റുള്ളൂ. അതിന് അവർ ടിക്കറ്റും കൊണ്ടാണ് നടക്കാറുള്ളത്. അല്ലെങ്കിൽ അവർക്ക്
കയറാൻ പറ്റില്ല. പട്ടിക്കൂട് പോലെ ഒരു സാധനം ഈ പള്ളികളുടെയൊക്കെ വാതുക്കൾ പറഞ്ഞ് പണിതിട്ടുണ്ടാവും. അത് ആരും കയറാനുണ്ടാവില്ല. കയറിയാൽ തന്നെ ഇനി അവിടെ വല്ല കുറുക്കനൊക്കെ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പോലും പിടിയില്ല. അമ്മാതിരി ഒരു സ്ഥലം. ഇതാണ് ഈ APEK സുന്നികളുടെ ഈ സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഞങ്ങൾക്കുണ്ട് പള്ളി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാലിത്തൊഴുത്ത് പോലെ ഒരു ഔട്ട് ഹൗസ് പോലെ പണിതിട്ടിരിക്കുന്ന ഒരു സാധനം. ഇതാണ് ഈ സുന്നികളുടെ പള്ളി, സ്ത്രീകൾക്കുള്ള പള്ളി. എന്നാൽ മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾക്ക് അവരുടെ പള്ളിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത് പണിതിടുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇവിടെ പൊളിറ്റിക്കലി ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ മിക്കവാറും ഇതുപോലുള്ള കമൻ്റൊക്കെ ഇട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് മിക്കവാറും ഈ സലഫി, മുജാഹിദ്, ജമാഅത്ത് ഇതിൻ്റെ വിഭാഗത്തിലുള്ള ആളുകളാകുമ്പോൾ അവരൊന്ന് പറയാം ഞങ്ങളുടെ പെണ്ണുങ്ങൾ പോകാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി വരില്ല. ഇത് ആളുകളെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു കള്ളത്തരം അത് ഇവിടെ പൊളിഞ്ഞു. കാരണം ഇതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ കണ്ടതെന്താണ്? ഈ കുട്ടിയോടുള്ള ചോദ്യമാണ്, അതായത് സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നത് അങ്ങനെ ഒരു വിലക്കുണ്ട്, അത് മതത്തിൻ്റെ അല്ല, അത് കൾച്ചറലാണെന്നാണ് പറയുന്നത്. അതെന്തോ ആവട്ടെ, അതിനെക്കുറിച്ചുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഇവിടെ സമ്മതിക്കുകയാണ്. പക്ഷേ അത് മാറും, അത് ഒരു റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് മാറുമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആ വിഷയത്തിലേക്ക് തിരിച്ചെത്തുന്ന അവിടെയാണ്. അതായത് ഈ ശബരിമല വിഷയത്തിൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾ, ആ മുസ്ലിം സ്ത്രീകൾക്ക് സ്വന്തം പള്ളിയിൽ കയറാനുള്ള അവകാശമില്ല എന്നതിരിക്കെയാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് എന്ന ആ ഒരു അവസ്ഥ അത് നമ്മളൊന്ന് ആലോചിക്കാം. അതായത് രണ്ട് കാലിലും മന്ദമുള്ള ആളുകൾ, ഒന്ന് മുഖം പോലും കാണിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല അവർക്ക് സ്വന്തം പള്ളിയിലോ കയറാൻ പറ്റില്ല, മുഖം പോലും കാണാൻ പറ്റില്ല, തൊഴിലെടുക്കാൻ പറ്റില്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ കഴിയില്ല. ഇനി അഥവാ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആൺതുണയില്ലാതെ പോകാൻ പാടില്ല എന്ന് വരെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു മതത്തിനകത്ത് നിന്നുള്ള ആളുകൾ അവരാണ് മതിൽ കെട്ടാൻ വേണ്ടി ഇറങ്ങിയത്. ആർക്ക് വേണ്ടിയിട്ട്? സ്ത്രീക്ക് പുറത്തിറങ്ങാം, വിദ്യാഭ്യസിക്കാം, തൊഴിലെടുക്കാം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ശബരിമലയിൽ അവിടുത്തെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് കയറുന്നതിന് ചില റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന നിയമം അത് അനീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ട് കാലിലും മന്ദുള്ള ടീമാണ് ഒരു കാലിലുള്ള മന്ദുള്ള ആളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. പോട്ടെ, ഇനി നമ്മളുടെ കുട്ടി പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇത് പറഞ്ഞു, ഇത് വലിയ ചർച്ചാ വിഷയമായി. അപ്പോൾ ചർച്ചാ വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നമുക്ക് വലിയ റോളൊന്നുമില്ല, ഇത് അവർ തമ്മിൽ അടിച്ചോളും എന്നുള്ളതാണ് അവസ്ഥ. സുന്നികളൊരു ഭാഗം, മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾ മറ്റൊരു വശത്ത് നിന്നിട്ട് അവർ തമ്മിലായി അടി. ആ അടി എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു കള്ളത്തരം കൂടി അവിടെ പുറത്തേക്ക് വരികയാണ്. കാരണം ഈ കുട്ടി ഇത് വന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയെ വന്ന് തിരുത്തുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ കുട്ടിയെ 16-കാരിയായ കുട്ടിയുടെ ഒരു ബുദ്ധിയില്ലായ്മ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ പറഞ്ഞു വെക്കുകയാണ്. അതായത് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് തന്നെ അവിടെ അടുത്തിരിക്കുന്ന ആൾ ചോദിക്കണ്ടേ, ഇത്തരം വലിയ സാധനങ്ങളൊക്കെ പറയാൻ മാത്രം ആയോ, അതിന് മാത്രമൊക്കെ നീ വളർന്നോ എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. കഴബാലെ നേരെ ചൊവ്വെ കണ്ടിട്ടും സ്ത്രീകളും വേണ്ട, അവരാണ് മുസ്ലിം പള്ളിയിൽ ജീവിച്ചിരിക്കുന്നു. എന്നിട്ടും ഇത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കെ അപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു, സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി അറിയാമോ? ഈ ചോദ്യം കുറച്ച് ഇതാണ്, എനിക്കറിയാം. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ ഈ കുട്ടിക്ക്. അത്രയ്ക്കൊക്കെ ഇത് ചിന്തിക്കാനുള്ളത് ആയിട്ടില്ലല്ലോ ഈ കുട്ടിക്കെന്നാണ് അപ്പുറത്തിരിക്കുന്നത്. ഇത് ഹോർത്തൂസ്, മനോരമ ഹോർത്തൂസിൽ വന്ന പരിപാടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ള വകുപ്പായോ ഈ കുട്ടിക്ക് അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കണം. പക്ഷേ ആ ആളെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അത് ഒരു തമാശ. ഇനി പോട്ടെ, ഇത് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? നമ്മളുടെ മിടുക്കൻ എന്ന് നമ്മളിവിടെ വിളിച്ച ഈ മണ്ടത്തരം പറഞ്ഞ് എഴുന്നള്ളിച്ച് നടന്ന ഈ ചങ്ങാതി, അതായത് ഈ കുട്ടി 13 വയസ്സുകാരനായ മഹാനായ കുട്ടി എന്നാണ് കേരളത്തിലെ ഐൻസ്റ്റീൻ, കേരളത്തിന് പിറക്കാതെ പോയ ഐൻസ്റ്റീൻ എന്നൊക്കെയാണ് വിളിച്ചു പോയിക്കൊണ്ട് നടന്നിരുന്നത്. എന്താണ് ഈ മഹാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ കുട്ടികൾ നല്ല രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുക, ഒരു ശാസ്ത്ര വിഷയങ്ങളോട് അല്ലെങ്കിൽ ഏത് തന്നെ വിഷയം ആയിക്കോട്ടെ, ചിത്രവര ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആയിക്കോട്ടെ, അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവുക, അതിനു വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക, പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നു, കണക്ക് വലിയ തോതിൽ കൂട്ടുന്ന കുട്ടികളെ നമ്മൾ കാണുന്നു, ചിത്രം നല്ല രീതിയിൽ വരയ്ക്കുന്ന കുട്ടികളെ കാണുന്നു, പാട്ട് പാടുന്ന കുട്ടികളെ ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഈ കുട്ടിക്ക് ശാസ്ത്രത്തിൽ, ഫിസിക്സിൽ കുറച്ചധികം താല്പര്യം, അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് പലതും
പറയുന്നു, പറയിപ്പിക്കുന്നു. എന്തെല്ലാം പറഞ്ഞു? 10 ലക്ഷത്തിൻ്റെ എന്തോ സാധനം കിട്ടിയെന്ന് പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് ഒളിമ്പിയാഡിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഗ്രാൻഡ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പേപ്പറും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്താ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി തന്നെ പറയുന്നുണ്ട്, അത് എനിക്ക് വേണ്ട സാധനമൊക്കെ ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്ത് ബാപ്പ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വേറൊരാൾ അസംബിൾ ചെയ്ത് തന്നു. ഇതിനെയാണ് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിനെ. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ അത് തന്നെയാണല്ലോ. അപ്പോൾ ഇമ്മാതിരി ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു 13 വയസ്സുകാരൻ ബുദ്ധിമാൻ എന്നൊക്കെ പറഞ്ഞ് അത്ഭുത ബാലൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ കുട്ടി മണ്ടത്തരമാണ് പറഞ്ഞത്, അസത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത് എന്നിരിക്കെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ കുട്ടിയെ അത്ഭുത ബാലനാക്കാനും അതിഭയാനകമായ ബുദ്ധിമാനായിട്ട് അതിനെ അങ്ങ് ചിത്രീകരിക്കാനുമാണ് ഇവിടെ ത്വരയുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞ സാധനങ്ങൾ മണ്ടത്തരം, പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് ഒരു ബുദ്ധിമാനായ ബാലനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ആ ഒരു ഗോൾ അവിടെ വെച്ചിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഇപ്പുറത്ത് എന്താ കാണുന്നത്? 16 വയസ്സുകാരിയായ കുട്ടി പറഞ്ഞത് വളരെ വിലപ്പെട്ട കാര്യങ്ങൾ, വളരെ നല്ല രീതിയിൽ അതിന് റിപ്ലൈ ചെയ്യുന്നു, ആ രീതിയിൽ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ആ കുട്ടി പറഞ്ഞ സാധനം നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ആയതുകൊണ്ട് ആ കുട്ടിയെ മണ്ടിയായിട്ട് ചിത്രീകരിക്കണം. ഇതാണ് കണ്ടത്. അതാണ് ഞാനിവിടെ ടൈറ്റിലിട്ട പേട്ടനും പൊട്ടിയും. അപ്പോൾ ഈ പൊട്ടിയായിട്ട് ഈ കുട്ടിയെ ചിത്രീകരിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? ഈ മത നേതൃത്വത്തിൻ്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ സ്വന്തം വാപ്പ തന്നെ വന്നിട്ട് പറയാണ് ആ കുട്ടിക്ക് ബോധമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്കപ്പോൾ എന്താണ്, ഇപ്പം ഞാനിപ്പോൾ ഈ ഹൈബലിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ആ കുട്ടിയല്ലേ, കുട്ടി അങ്ങനെ പറഞ്ഞ് അവൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നിങ്ങളൊരു കുട്ടിയെ വെച്ചുകൊണ്ട് മതം വളർത്താൻ നോക്കുമ്പോൾ ആ കുട്ടിയെ വെച്ചുകൊണ്ട് തന്നെ മതത്തെ ഇല്ലായ്മ ചെയ്യാനും നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഈ തരത്തിലുള്ള തുരപ്പം പണിക്ക് നിങ്ങൾ നിൽക്കരുത്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിക്കാൻ വിടുക. അവരെ വെച്ചുകൊണ്ട് മതം വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കൈ പൊള്ളുന്ന സമയത്ത്, അത് വിമർശനത്തിന് വിധേയമാകുന്ന സമയത്ത് വന്നിട്ട് അയ്യോ നിനക്ക് എന്താടാ മനുഷ്യനാണോടാ എന്നൊക്കെ ചോദിച്ച് കുട്ടിയെ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടാന്ന് ചോദിച്ചാൽ ആ പരുപ്പ് ഇവിടെ എടുക്കില്ല. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് തട്ടമിട്ട കുട്ടിക്ക്, ഹിജാബിട്ട കുട്ടിക്ക് 1 റാങ്ക് കിട്ടി എന്ന് നിങ്ങൾ പറഞ്ഞ് മതം വളർത്താൻ നോക്കിയാൽ തട്ടമിട്ട കുട്ടി ആത്മഹത്യ ചെയ്തു പരീക്ഷയിൽ തോറ്റപ്പോൾ എന്നും ഞാൻ പറഞ്ഞിരിക്കും. ഒരു സംശയവും വേണ്ട. അതിൽ പിന്നെ നിങ്ങൾ വിഷമിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ഈ തട്ടമിടുക എന്ന് പറയുന്ന സാധനത്തിൽ നിങ്ങൾ പറയച്ചൽ നിർത്തുക. കുട്ടി പഠിച്ചു, മാർക്ക് കിട്ടി, പാസ്സായി. കുട്ടി പഠിച്ചു, മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയില്ല, പരീക്ഷയിൽ തോറ്റു, അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ കുട്ടി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. വളരെ ദുഃഖകരമായ അവസ്ഥ. ആ രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ഈ തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിൽ പറയാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള ആളുകൾക്കും ഇത് പ്രചോദനമായിട്ടാണ് മാറുക. പൂണൂലിട്ട കുട്ടിക്ക് മാർക്ക് കിട്ടി, അവൻ 1 റാങ്ക് എന്ന് ഇവിടുത്തെ ഈ ബ്രാഹ്മണന്മാർ പറഞ്ഞ് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കേണ്ട. ഏതായാലും അണ്ടർവെയർ ഇട്ട കുട്ടി, ചുമന്ന അണ്ടർവെയർ ഇട്ട കുട്ടിക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഡിങ്കോയിസ്റ്റുകളുടെ മക്കളാരും ഈ വഴിക്ക് വരാൻ പോകുന്നില്ല. അത്രയ്ക്ക് മണ്ടന്മാരല്ല നമ്മളെന്നുള്ളത് അന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ പിന്തിരിപ്പൻ, എന്തൊരു അവസരം, ഏതൊരു ചെറിയ ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാലും അതിനകത്തൂടെ മതം എങ്ങനെ വളർത്താം എന്ന് നോക്കുന്ന ഈ പരിപാടി, അത് മതമല്ല, ഇസ്ലാം എങ്ങനെ വളർത്താം. മറ്റു മതങ്ങൾ ഈ പരിപാടിക്കൊന്നും ഇറങ്ങുന്നില്ല. അത് നമ്മൾ പറയണം. മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത് നമ്മളുടെ ഒരു ചെസ് മത്സരത്തിൽ ഒരു കുട്ടി ഇതേപോലെ വലിയ ഒരു വിജയമാവുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇവിടെ പല ആളുകൾ പറഞ്ഞു അവൻ്റെ നെറ്റിയിലെ കുറി കണ്ടോ, അവനതിനെ തൊട്ട് വഴങ്ങുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കണ്ടപ്പോൾ ഇവിടെ ആളുകൾ എന്താ പറഞ്ഞത്, കണ്ടില്ലേ ഉടനെ അവനെ പിടിച്ച് സംഖ്യയാക്കി, അല്ലെങ്കിൽ ആ പറയുന്ന ആളുകൾ മുഴുവൻ സംഖ്യയാക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു ഹേബൽ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് മതം വളർത്താമെങ്കിൽ, ഒരു കുറി വരച്ച കുട്ടിയെ വെച്ചുകൊണ്ട്, ബുദ്ധിമാനായ ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് ഹിന്ദുമതം വളർത്താൻ അവർക്കും അവകാശം ഉണ്ടോ? അതെന്താ നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ ചോദിക്കണം. ഈ മതം വളർത്തുക, ഈ പറയുന്ന സാധനങ്ങൾ ചെയ്യാന്ന് പറയുന്നത് കാക്കാമാരുടെ മാത്രം കുത്തകയൊന്നും അല്ലല്ലോ. വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്ന് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അന്ന് ഞാൻ ചോദിച്ചത് തന്നെയാണ്. അങ്ങനെയല്ല, കോയാസിന് മാത്രം പോരാ ഫണ്ണ് എല്ലാവർക്കും ഉണ്ടാവും. മീഡിയ ഫണ്ട് എന്ന് പറഞ്ഞ മാതിരി ഫണ്ട് എല്ലാവർക്കും ഉള്ളത് വേണ്ടത് തന്നെയാണ്. അത് അവർക്ക് ഉള്ള അവകാശം തന്നെയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇനി നമ്മളുടെ ഈ മഹാനായ കുട്ടി എന്താ പറഞ്ഞെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് കളയാം. അപ്പോൾ ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതിലും നമ്മൾ തെറ്റില്ല കേട്ടോ. ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കണം, അതിലൊന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. പക്ഷേ പറഞ്ഞ സാധനം എന്താണ്? നിങ്ങൾ ഈ പറയുന്ന പൊക്കിക്കൊണ്ട് നടക്കുന്ന പയ്യൻ എന്താ പറഞ്ഞെന്നുള്ളത് നമ്മൾ കേൾക്കണ്ടേ? ഒന്ന് കേട്ടോളൂ. നമ്മളെ ഭൂമി ഇച്ചിരി ബാക്കോട്ടാണെങ്കിൽ ഓർബിറ്റില് നമ്മൾ തണുത്തു പോകും. ഇച്ചിരി മുന്നോട്ടാണെങ്കിൽ നമ്മൾ ഇല്ലാണ്ടാവും, സണ്ണിന്റെ ചൂട് കാരണം പോകും. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് റേഷ്യോയിലാണ്. അപ്പൊ അത് നമ്മളെ അള്ളാഹുവിന്റെ വർക്കില്ലാണ്ട് നടക്കൂല. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മൾ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ പറച്ചോനെ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിൻ എങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. എന്തായാലും ക്ലാസിക് ആയിട്ടുള്ള സിനിമ അവതരണമാണ് കിട്ടിയത്. കറക്റ്റ് സാധനം. എന്താണ്
ക്ലിയർ അല്ലേ സാധനമൊക്കെ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഈ കുട്ടി എന്താ പറഞ്ഞത്? ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പെർഫെക്റ്റ് റേഷ്യോയിലാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയിരുന്നുണ്ടെങ്കിൽ നമ്മൾ തവിട് പൊടി. എന്നുവെച്ചാൽ ഭൂമി ഇങ്ങനെ നിൽക്കുന്നു, ഈ നിൽക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക പൊസിഷനിൽ ഒരു പെർഫെക്റ്റ് റേഷ്യോയിലാണ്. അതൊന്ന് മുകളിലേക്കോ ഒന്ന് താഴേക്കോ പോയി എന്ന് വന്നാൽ ആകെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഈ ഫൈൻ ട്യൂൺ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഞാനും പൗലോസും കൂടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മളുടെ ബാസിലുമായിട്ടുള്ള ആ വീഡിയോ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അന്ന് നമ്മൾ ചോദിച്ച ചോദ്യമാണ്, ഇവർ ഈ ഫൈൻ ട്യൂൺ ആണ്, ഈ ജീവൻ ഏറ്റവും അനുകൂലമാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന ഭൂമിയുടെ അവസ്ഥ തന്നെ നമ്മൾ എടുക്കുക. ഇതൊരു ഗോൾഡിലോക്ക് സോൺ എന്ന് പറയുന്ന ഒരു സോണിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറയാം. അതായത് ഇന്ന് ഭൂമി നിലനിൽക്കുന്നത് ആ ഒരു ഗോൾഡിലോക്ക് സോണിൻ്റെ മിഡിൽ പോർഷനിലാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമുക്ക് ഇന്നോട്ട് ജീവിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് ശാശ്വതമായിട്ട് അങ്ങനെയാണോ? അല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ പറയുന്ന ഗോൾഡിലോക്ക് സോൺ അത് ഷിഫ്റ്റ് ചെയ്യും. അതായത് സൂര്യൻ്റെ വ്യാപ്തി, അതിൻ്റെ വ്യാസം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട്, അതിൻ്റെ ആ ഒരു വലിപ്പം മാറുന്നതിനനുസരിച്ചിട്ട് ഭൂമി വാസയോഗ്യമല്ലാത്ത സ്ഥലമായിട്ട് മാറും. അതാണ് സംഭവിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചും കൂടിയും വാസയോഗ്യമായ സ്ഥലമായിട്ട് മറ്റു പല ഏരിയയിലേക്കാണ് വരുന്നത്. അതാണ് സംഭവിക്കുക. അപ്പോൾ കുറേ ഒക്കെ അങ്ങ് കഴിയുമ്പോൾ ചിലപ്പോൾ ജൂപ്പിറ്ററിലൊക്കെ ആയിരിക്കും നമുക്ക് താമസിക്കാൻ പറ്റുക. കാരണം അവിടെ ആയിരിക്കും ഈ പറയുന്ന ഐഡിയൽ ടെമ്പറേച്ചറും ഐഡിയൽ സാധനമൊക്കെ വരും. അതായത് ഈ പെർഫെക്റ്റ് റേഷ്യോ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് അത് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസിൻ്റെ കാര്യമാണ്, അത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തെല്ലാം ചോദിച്ചു? പെർഫെക്റ്റ് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡിലോക്ക് സോൺ എങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും? നമ്മളന്ന് ചോദിച്ചാണ്. ഈ പെർഫെക്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ഈ ഫൈൻ ട്യൂൺ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻസ് പലതവണ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഡൈനോസേഴ്സ് ഇല്ലാതായി പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എന്തിനാണ് അങ്ങനെ മാസ് എക്സ്റ്റിങ്ഷൻസ് ഉണ്ടാവുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്തരവില്ല. അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റിൻ്റെ കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ഓക്കെ, അതെങ്കിൽ അത്. അപ്പോൾ നമ്മളിത് എടുത്തു വെച്ചു. ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ്, നിങ്ങൾ പറയുന്ന ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ് എല്ലാം ഫണ്ടമെൻ്റലി കോൺസ്റ്റൻറ്റ് അല്ല. ചിലതൊക്കെ അതിൽ വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവ് വെച്ച് ബാക്കി പറയാൻ പറഞ്ഞിട്ട് ഇന്ന് വരെ തൊട്ടിട്ടില്ല. 2 വർഷം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ഉണ്ടാക്കന്മാർ. ഒരു വെല്ലുവിളി, ഈ പറയുന്ന സാധനം യഥാർത്ഥത്തിലുള്ളൊരു സാധനം മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടമൊഴി ഓടും. ഇതാണ് ഉണ്ടാവുക. ആ വീഡിയോ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, ഇതുവരെ തൊട്ടിട്ടില്ല. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ വരിക. ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻറ്റ് അല്ല എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്താണ് അതിനുള്ള ഉത്തരം? അപ്പോൾ ഇനി കോൺസ്റ്റന്റ് ആണ് തന്നെ കൂട്ടുക. ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനമൊക്കെ അതിനനുസരിച്ചിട്ട് നിലനിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു ഫൈൻ ട്യൂണിങ് ഇല്ല. ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത്, അന്ന് നമ്മൾ ഈ ഉദാഹരണം ഈ ഫൈൻ ട്യൂണിങ്ങിനുള്ള ഉദാഹരണം അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫൈൻ ട്യൂണിങ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഹാബേൽ എന്താ പറയുന്നത്? ഇതെല്ലാം പടച്ചോനാണ് ഉണ്ടാക്കിയത് എന്ന് കാണിക്കാൻ വേണ്ടി, ഫൈൻ ട്യൂൺ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആളെടുത്തുകൊണ്ട് വന്നത് ഇതേ ഉദാഹരണം. അപ്പോൾ വീണ്ടും അത് പൊളിയാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് എടുക്കില്ല, എന്നാൽ ഹാബേലിനെ പൊക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് എടുക്കുകയും ചെയ്യും. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന മണ്ടത്തരം, ഈ ഗോൾഡിലോക്ക് സോണിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലായ്മ തന്നെയാണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. ഇനിയൊക്കെ പോട്ടെ, ഇതെല്ലാം പടച്ചോനാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അത് പടച്ചോനാണെന്ന് തീരുമാനിക്കണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ എന്തെല്ലാം എത്ര ദൈവങ്ങളുണ്ട്? 10,000 ദൈവമുണ്ട്. ഡിങ്കൻ വരെയുണ്ട്. ഇതൊന്നുമല്ല, ബ്രഹ്മാവല്ല, ജിംബൂംബെ അല്ല, ഡിങ്കൻ അല്ല, പിന്നെ സിയൂസ് അല്ല, അങ്ങനെ പല പല ദൈവങ്ങൾ. ഇതൊക്കെ തള്ളി മാറ്റിയിട്ട് എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ അള്ളാഹുവാണ് തീരുമാനിച്ചു? ഇതിനൊന്നും ഉത്തരവില്ലല്ലോ. അതേപോലെ ഈ അള്ളാഹുവിനെയാണോ ഈ അടിമയെ പൂശാൻ പറയുന്നതും അതുപോലെ മറ്റു പല തെണ്ടിത്തരങ്ങളും ചെയ്യാൻ പറയുന്നത്? ഭാര്യയെ തല്ലാൻ പറയുന്നു, അതുപോലെ മറ്റു പല കാര്യങ്ങൾ, ഗോത്രം കൊള്ളയടിക്കാൻ പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പടച്ചോൻ തന്നെയാണോ ഈ പറഞ്ഞ സാധനം ചെയ്തത്? അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരവില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള ആനമണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, യമണ്ടൻ മണ്ടത്തരങ്ങൾ പറഞ്ഞ ഈ ഹാബേലിനെയാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടു നടന്നത്. ഇതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ഹാബേൽ ചെയ്ത മണ്ടത്തരം. ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കുക, ഈ കുട്ടിയെ പൊക്കിക്കൊണ്ട് നടക്കാൻ ഇവിടെ ആളുകളുണ്ടായി. നമ്മളുടെ ഉണ്ണാക്കൻ ബാസിൽ തന്നെ അതിന് മുന്നിലുണ്ടായിരുന്നു. കൊണ്ടുപോകുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു. ആകെ എന്തായാലും സംഗതി ഇസ്ലാമിനെ എയർലാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന ചങ്ങാതിയാണ്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബേലും ഏറിപ്പോയി, മുഹമ്മദ് നബി ഏറിപ്പോയി, ഇസ്ലാമും ഏറിപ്പോയി, അള്ളാഹു ഏറിപ്പോയി, എല്ലാവരും എയറിലാണ്. ഇതാണ് ഇപ്പോൾ അവസ്ഥ. സംഗതി ഇസ്ലാമിനെ രക്ഷിക്കാൻ വന്നതാണ്. ഇതേപോലെ വടി പിടിക്കുന്ന ഒരു അവസ്ഥ വേറെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ചിട്ട് എന്താണ് ഇതിൻ്റെ വസ്തുത എന്നൊക്കെ ഉള്ളത് നമ്മളുടെ വൈശാഖൻ തമ്പി അവിടെ ഒരു പോസ്റ്റ് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ചുള്ള പിന്നീട് വലിയ ചർച്ചകളൊക്കെ. പിന്നെ വൈശാഖൻ തമ്പി ആകെ പ്രശ്നക്കാരനായി മാറുന്നു, വൈശാഖൻ തമ്പി ഇസ്ലാമോഫോബ് ആവുന്നു, മുസ്ലിം വിരുദ്ധനാവുന്നു, അങ്ങനെ പല പല ചാപ്പകൾ കിട്ടുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചുള്ളത്. ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ എത്രയൊക്കെ സംഘവിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞു നടന്നാലും
ഒരു തവണ നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഈ തരം ഉടായ്പ് ഒന്ന് ചൂണ്ടിക്കാണിച്ച് അതിനൊന്ന് വിമർശിച്ചാൽ മതി, നിങ്ങൾ ഉടനടി നിങ്ങൾ ഇസ്ലാമിക വിരുദ്ധനും മുസ്ലിം വിരുദ്ധനും ഈ മാതിരിയുള്ള എല്ലാ ചാപ്പയും നിങ്ങൾക്ക് കിട്ടും, ഇസ്ലാമോഫോബ് അടക്കമുള്ള സാധനങ്ങൾ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതാണെന്ന് സംഭവിച്ചത്. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ചുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് ഈ കുട്ടിയെ സ്വന്തം വാപ്പ, അതായത് ഈ കുട്ടിയുടെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പുള്ളിയുടെ വാപ്പ വന്നിട്ട് ഈ കുട്ടിയുടെ വാപ്പയായ ശിഹാബ് തങ്ങൾ വന്നിട്ട് പറയുന്നത് എന്താണ്? മുനവ്വർ അലി വന്നിട്ട് പറയുന്നത് മതബോധം കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത അഭിപ്രായ പ്രകടനം മാത്രം എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് തള്ളുകയാണ്. പുള്ളിയുടെ ഒരു വലിയ നീണ്ട പോസ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനത് ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട മകളുടെ പരാമർശം തിരുത്തി എന്നാണ് അവിടെ കാണുക. തിരുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ പറയുന്ന കുട്ടിയുടെ ബാക്കിയുള്ള ഇത് സംബന്ധിച്ചിട്ടുള്ള റിയാക്ഷൻസ് വരുന്ന സ്ഥലത്തൊന്നും തന്നെ ഈ കുട്ടിയുടെ പേര് പോലും അവിടെ പരാമർശിക്കുന്നില്ല. പല ഈ ഉസ്താദുമാർ ഈ കുട്ടിയുടെ പടം വെച്ചിട്ട് പലത് ചെയ്യുമ്പോൾ മുഖം ബ്ലർ ചെയ്തിട്ട് വരെയാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ പത്രത്തിലൊക്കെ വന്നുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇവർ കൊടുക്കുന്ന സമയത്ത് മിക്കവാറും മുഖം പോലും ചിത്രം പോലും കൊടുക്കുന്നില്ല. അപ്പോൾ മണ്ടത്തരം പറഞ്ഞ ഹാബേലിൻ്റെ ചിത്രം ഇല്ലാത്ത ചിത്രം വരെ ഉണ്ടാക്കി മണ്ടനായ ആ ഹാബേലിനെ വലിയ ബുദ്ധിമാനായിട്ട് അവതരിപ്പിക്കാൻ ഈ ധൃതി കാണിക്കുന്ന ആളുകൾ ഇത്രമാത്രം ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്ന ഈ കുട്ടിയെ ഒരു മണ്ടിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി, ഒരു പൊട്ടിയായിട്ട്, ഒരു പൊട്ടിപ്പെണ്ണായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്ന വ്യഗ്രത, മുഖം പോലും മറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വ്യഗ്രത, പേര് പോലും പറയാൻ മടിക്കുന്ന ആ ഒരു അവസ്ഥ, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇസ്ലാമിലെ പെണ്ണ്, ഇതാണ് ഇസ്ലാം. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തിന് പേപ്പട്ടി മതം വിളിക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള അവസരത്തിലും ഈ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മളുടെ ആയിഷ ലക്ഷദ്വീപ്, നമ്മളുടെ ഒരു സിനിമാ നടി. ആള് പറഞ്ഞു ഫാത്തിമ നർഗീസ്, കുട്ടിയുടെ പേരാണ് ഫാത്തിമ നർഗീസ്. ഇതാണ് പെൺകുട്ടി, ഇങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളാണ് സമൂഹത്തിന് മാതൃക. ഇവരെ വളരാൻ അനുവദിക്കുക, അവരുടെ അഭിപ്രായങ്ങളെയും നിലപാടുകളെയും ആഗ്രഹങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കുക. ഇതുപോലെ പറഞ്ഞു വെക്കുന്ന ആയിഷയെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഞാൻ പറയാം, ഇതിലൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ പൊതുവായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം, ഇത് ചെയ്തപ്പോൾ ആയിഷയ്ക്ക് പോലും സപ്പോർട്ട് കുറയാണ്. ഇതാണ് ഇതിൽ കാണുന്നത്. കാരണം ഇത് ഒരു പൊതു മുസ്ലിം സമുദായത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളോടുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്രമാത്രം പ്രോത്സാഹിപ്പിക്കപ്പെടില്ല. പെണ്ണുങ്ങൾ അത്രയ്ക്കൊന്നും വേണ്ട, അത് നമ്മൾ നോക്കിക്കോളാം, പെണ്ണുങ്ങൾ ഇമാതിരി കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അത് ഇസ്ലാമിലുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന ഒരു കാഴ്ച. ഏതായാലും ഇത് സംബന്ധിച്ചിട്ട് ഞാനൊരു മീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കും. ഇത് എൻ്റെ സ്വന്തം ലാബിൽ ഞാൻ വിരിയിച്ചെടുത്തിട്ടുള്ള മീമുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ ടെംപ്ലേറ്റ് വേണമെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിലുണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് അവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ബുദ്ധിപരമായി സംസാരിച്ച മണ്ടിയായ 16-കാരിയും അതുപോലെ മണ്ടത്തരം പറയുന്ന ബുദ്ധിമാനായ 13-കാരനും. ഇതാണ് നമ്മളവിടെ കണ്ടത്. ഇതാണ് ഇസ്ലാമിലെ അവസ്ഥ. അപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാൾ, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. പിന്നെ വേറെയും ഹദീസുകളുണ്ടല്ലോ, അതായത് സ്ത്രീയും പുരുഷനും തുല്യരല്ല, അതായത് പുരുഷൻ്റെ ബുദ്ധിയുടെ പകുതിയുള്ള പെൺകുട്ടി. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇബാദത്ത് ചെയ്യണം, ഇതുപോലെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പുരുഷനാണ് എപ്പോഴും അവിടെ. അത് ഇപ്പം മണ്ടത്തരം പറഞ്ഞാൽ അവനെ ബുദ്ധിമാനാന്ന് വിളിക്കാൻ ഇവിടെ ആളുണ്ടാവും. പക്ഷേ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇനി എത്ര വലിയ ബുദ്ധിമതി ആയാലും ശരി, എത്ര ബുദ്ധിപരമായ കാര്യങ്ങൾ പറഞ്ഞാലും ശരി, അവളെ മണ്ടിയായിട്ടും അവളെ അധിക പ്രസംഗക്കാരിയായിട്ട് ചിത്രീകരിക്കാനുമാണ് ഈ സമൂഹം, ഈ ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വരിക എന്നതാണ് നമ്മളിവിടെ വരച്ചിടുന്നത്. അതിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ കണ്ടത്, അതിനുള്ള തെളിവാണ് നമ്മളിവിടെ കണ്ടത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ എന്തെന്ന് വിളിക്കുന്നു? പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നു. ഇനി ആർക്കും ഡൗട്ട് ഉണ്ടാവരുത്. ഇനി ഇത് സംബന്ധിച്ച് മറ്റു ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള ട്രോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് 16 വയസ്സുള്ള ചെറിയ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ല. ചെറിയ കുട്ടി കേട്ടോ, നോട്ട് ദ പോയിന്റ്, ചെറിയ കുട്ടി. അപ്പോൾ സൈബർ ആക്രമണം ശരിയല്ല. പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രോളിൽ വന്നൊരു സാധനം ഇതാണ്. അതായത് 16 വയസ്സുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നത് സംബന്ധിച്ച് ചോദിച്ചാൽ അത് 16 വയസ്സാകുമ്പോൾ അവരുടെ മനസ്സും ശരീരവും പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു, പിന്നെ കല്യാണം കഴിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇതേ സമൂഹമാണ് പറയാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണത്. 16 വയസ്സിൽ എന്താ കുഴപ്പം? അവർ പ്രായപൂർത്തിയാവുന്ന സമയമാണ്, അവർക്ക് മാനസിക വളർച്ച ഉണ്ടാകും, കുടുംബം പോറ്റാനുള്ള എല്ലാ കഴിവുണ്ടാകും, അവർ പൂർണ്ണമായ വളർച്ച എത്തി കഴിഞ്ഞു 16-ൽ. പക്ഷേ
ഒരു അഭിപ്രായം, മതത്തെ വിമർശിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലോ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ പെൺകുട്ടി 16 വയസ്സുള്ളതാണെങ്കിലും 16 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കൊച്ചു കുട്ടിയല്ലേ, അത്രയ്ക്ക് ചിന്തിക്കാറായിട്ടില്ല എന്ന് പറയുന്നതും ഇതേ സമൂഹം. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്, ഇതാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ പേപ്പട്ടി മതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇതിനെ ഒന്നും കൂടി ഒന്ന് കൊഴിപ്പിക്കണം, ഒന്നും കൂടി ഒന്ന് വരച്ചിടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് അടിയിൽ 2 വര വരയ്ക്കില്ലേ, അതേപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മൂപ്പരൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. മൂപ്പര് വന്നിട്ട് പറഞ്ഞു, അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികൾ നടത്താനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ല, ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും. അതാണ്. ഇതും കൂടി അങ്ങോട്ട് പറഞ്ഞോടെ ഒരു കാര്യം അങ്ങോട്ട് തീരുമാനമായി. പിന്നെ കൂടുതലൊന്നുമില്ല, ഓട്ട അടച്ചു, ഇനി ഇതിനകത്തൊന്നും പറയാനില്ല എന്നുള്ള അവസ്ഥയാണ്. ഇതാണ് ഇസ്ലാം. അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു തുന്നൽ പഠിച്ച് ഇരുന്നാൽ മതി എന്നാണ് പറയുക. സംഗതി ഈ കള്ള ഹദീസും മറ്റ് പല ഹദീസൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അത് കള്ള ഹദീസാണോ എന്ന് ആരും ചോദിക്കില്ല. നമ്മൾ വേറെ ഒരു ഉദാഹരണം നമ്മൾ കണ്ടിരുന്നു. അതായത് ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ പിന്നെ ഇതുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അങ്ങനെയാകുമ്പോൾ ഈ സ്ത്രീകളെ നമുക്ക് കൺട്രോൾ ചെയ്യാമല്ലോ, അത് സ്ത്രീകൾക്ക് നല്ലതാണല്ലോ, അതുകൊണ്ട് ഇരുന്നോട്ടെ എന്ന് പറയുന്നൊരവസ്ഥ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ അന്യപുരുഷന്മാർക്ക് അവരുടെ ഇടയിൽ കടന്നുകൊണ്ടുള്ള ഒരു പണിയും ഇസ്ലാമിൽ അനുവദനീയമല്ല. ഇതാണ് അവസ്ഥ. അതിപ്പോൾ തൊഴിലായിക്കോട്ടെ, പഠനമായിക്കോട്ടെ, എന്തു തന്നെ ആയാലും അത് അനുവദനീയമല്ല. അനുവാദമില്ല, ഇത് തന്നെ. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുക? അവിടെ പിന്നെ ബാക്കിയുള്ളതൊന്നും അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും എന്ന് പറയുന്ന അവസ്ഥ. ഇത് ഞാനത് കണ്ടിട്ട് ഇതിങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കണമെന്നാണ് ചോദിക്കുന്നത്, ആലോചിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ കണ്ടത് സുന്നി വിഭാഗമാണ് കേട്ടോ. ഇപ്പോൾ ഈ കണ്ടത് തങ്ങന്മാരായാലും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും. അതിൽ എക്സെപ്റ്റ് നമ്മളുടെ ആയിഷ സുൽത്താന സുന്നിയാണോ മുജാഹിദാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇതിനകത്ത് ജീവിക്കുമ്പോൾ കുറച്ച് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണോ ആ കുട്ടി പറഞ്ഞത്, നമ്മുടെ നർഗീസ് പറഞ്ഞത്, അതേപോലെ തന്നെ പറയാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ആയിഷയും പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും, നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൽ സംഭവിക്കുന്ന മറ്റൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആരോ പറഞ്ഞു ഈ പറയുന്ന സംഗതി കണ്ടപ്പോൾ, കണ്ടില്ലേ, സുന്നി കുടുംബം, സുന്നികളുടെ ഇടയിൽ അതിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായ തങ്ങൾ കുടുംബത്തിൽ വരെ ഈ വഹാബി ആശയം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ആലോചിച്ച് പോയത്, ഈ തങ്ങൾ കുടുംബത്തിലുള്ളൊരു ചങ്ങാതി നമ്മളൊരു സുഹൃത്താണ്, പുള്ളി എക്സ് മുസ്ലിമാണ്, പക്ഷേ വീട്ടിലാർക്കും അറിയില്ല. ഇതാണ് അവസ്ഥ. നമ്മൾ പണ്ട് സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മൾ കൂട്ടുകൂടുന്ന സമയങ്ങളിൽ പുള്ളി അവിടെ വരും, എല്ലാത്തിൽ നിന്നൊന്ന് വിട്ടു മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്നിരിക്കും, തൊപ്പിയൊക്കെ ഊരി വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും. ഇതാണ് ആളുടെ അവസ്ഥ. ഇത് ശ്വാസം മുട്ടിയിട്ട് ജീവിക്കാൻ പറ്റാത്ത ആളുകൾ വരെയുണ്ട് ഈ ഒരു കൂട്ടത്തിന്. അതല്ലാതെയുള്ള കുറേ തങ്ങന്മാർ വേറെയുണ്ട്, നമുക്കറിയാം, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള തങ്ങന്മാർ. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. അതായത് വഹാബിസത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു മൗദൂദിസത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനിപ്പോൾ തങ്ങളായാലും ശരി തങ്ങളല്ലാത്തവനായാലും ശരി, അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു സംശയമുണ്ട്, ലാ ശക്ക ഫീഹി. അതാണ് ഇപ്പം നമ്മളൊക്കെ വന്നിട്ടുള്ള വഴി അത് തന്നെയാണ്. സുന്നി കുടുംബത്തിൽ ജനിക്കുന്നു, ഉസ്താദുമാരുടെ ആ പറയുന്ന വയലും പോത്ത് ബിരിയാണിയൊക്കെ തിന്ന് കുറേ കാലം പോകുന്നു, പിന്നെ ഇതേപോലെ നമ്മളുടെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് വഴിയിലേക്ക് വരുന്നു, മതം കൂടുതൽ പഠിക്കുന്നു, അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു, പിന്നെ എന്താവുന്നു, ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാവുന്നു, ഇട്ടിട്ട് പോരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുക, ഈ തങ്ങന്മാർക്കും കാണുന്നു. അപ്പോൾ ആ തങ്ങൾ സുഹൃത്ത് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എ ബിഗ് ഹായ്, കുറേ നാളായി കണ്ടിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കാണണം. അപ്പോൾ ഇതാണ് ക്ലോസറ്റഡ് ആയിട്ടുള്ള തങ്ങന്മാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയും ഈ പറയുന്ന നർഗീസും ഒരു ഘട്ടം കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മതം ഉപേക്ഷിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അതിലേക്കാണ് ഇത് പോവുക. കാരണം ഇത് ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ, ഈ ഒരു പുരോഗമന രീതിയിൽ നമ്മൾ ആലോചിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ ചട്ടക്കൂടിയിൽ നിന്ന് പുറത്ത് ചാടും. കാരണം ഇത് പിന്നെ അവിടെ നിൽക്കും. ഇതൊരു അടിമത്ത മനോഭാവമാണ്, ഇതൊരു തളച്ചിടലാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ കഥ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബഷീർ വള്ളിക്കുന്ന്, നമ്മൾ മുന്നേയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചില വാദങ്ങളൊക്കെ എടുത്തു വെച്ച് വിമർശിച്ചിട്ടുള്ളതാണ്. ഇവിടെ അദ്ദേഹം തൻ്റെ ആ സ്വരൂപം, അന്ന് ഞാൻ പറഞ്ഞു, നീ എന്താണ് കൂകിപ്പോയ വള്ളിക്കുന്നോ അങ്ങനെ കണ്ടാണെന്ന് നമ്മൾ ഇട്ടത്. അന്നും ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഒരു സുഡാപ്പിയാണ് എന്നുള്ളത് പറഞ്ഞു. ഇത് ഈ സുഡാപ്പിത്തരം ഇവിടെ എടുക്കുകയാണ്. കാരണം ഈ സുഡാപ്പികളുടെ ഇടയിലുള്ള ഒരു ആശയം തന്നെയാണ് ഈ പറയുന്നത്. അതായത് ഈ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, ആ ഒരു ജിഹാദിസം, അത് ഉള്ള ആളുകളിൽ ഉള്ള സാധനം തന്നെയാണ് ഈ പറയുന്നത്. പള്ളിയിലേക്ക് കയറുന്നത് അനുകൂലിക്കുക എന്ന് പറയുന്നത് ഒരു കണക്കിൽ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, പള്ളിയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി അനുകൂലിക്കുന്ന ആളുകളോടൊപ്പമാണോ നമ്മൾ നിൽക്കേണ്ടത്, അതോ അതിനെ വിലക്കുന്ന സുന്നികളോടൊപ്പമാണോ നിൽക്കേണ്ടത് എന്നൊരു ചോദ്യം ഇവിടെ വരികയാണ്. നമ്മൾ ആരും കൂടെ നിൽക്കും? ഇതാണ് ഒരു ചോദ്യം. നിങ്ങളൊന്ന് ആലോചിക്കും. ഉത്തരം നമുക്കിത് കഴിയുമ്പോൾ പറയാം. എനിക്കതിനകത്തൊരു ഉത്തരമുണ്ട്.
ഇവിടെ വള്ളിക്കുന്ന് സംഗതി സുഡാപ്പിയാണ്. ഈ മൗദൂദിസത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഈ ഇസ്ലാമിക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ തരത്തിലും അതിന് അനുകൂലമായിട്ട് ഉള്ള നിലപാടുകൾ പലപ്പോഴും എടുക്കുന്ന ആളുമാണ്. ഇവിടെയും ആൾ എടുക്കുന്നത് അതൊക്കെ തന്നെ. അതായത് അതിമനോഹരവും ചരിത്രപരവുമായ ഒരു മറുപടിയാണ് ഫാത്തിമ നർഗീസ് പറഞ്ഞത്. അത് ഒരു തലമുറയുടെ മുന്നോട്ടുള്ള നടത്തമാണ്. അവളുടെ അഭിപ്രായത്തെ റദ്ദ് ചെയ്തുകൊണ്ട് പിതാവ് മുനവർ അലി തങ്ങൾ എഴുതിയ തിരുത്ത് കാലത്തിൻ്റെ പുറകോട്ടുള്ള നടത്തമാണ് എന്നാണ് പറയുക. അപ്പോൾ ഇതൊരു ആയിഷ സുൽത്താന പറഞ്ഞതും ഇയാൾ പറഞ്ഞതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇയാൾ പറയുമ്പോൾ നമ്മൾ അതിനെ വേറൊരു ആംഗിളിൽ കാണുകയാണ്. കാരണം ഇയാൾ ഈ സാധനത്തെ കാണുന്നത് മതത്തിൻ്റെ ഒരു സംഭവമായിട്ട്, ഇതിൻ്റെ അതിനെ ഉയർത്തി വെച്ച ഒരു സംഗതിയായിട്ടും, അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു രീതിയിൽ മതവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ചൊവ്വയാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ആയിഷ പറയുമ്പോൾ ഇതൊരു സ്ത്രീകളുടെ ഒരു എംപവർമെൻ്റ് എന്നുള്ള രീതിയിലാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു ആംഗിളിൽ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ കാണുകയാണ്. ഏതായാലും ഇവിടെ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മളത് അറിഞ്ഞുകൊണ്ട് നമ്മളത് ഒന്ന് വിശകലനം ചെയ്യുമ്പോഴാണ് ഇദ്ദേഹം ഈ സംഗതിക്ക് നിലനിൽക്കുന്നത് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള വേർതിരിവുണ്ട്. ഈ മുജാഹിദ് ജമാഅത്ത്, അതുപോലെ സുന്നി വേർതിരിവ്, അതാണ് ഇവിടെ കുറേയും കൂടിയും ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇനി ഇത് ഏറ്റെടുത്തിട്ട് ഇതിൽ സുന്നികളായിട്ടുള്ള പണ്ഡിതന്മാരിൽ പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് ഇതിനെ ഒന്ന് വെളുപ്പിക്കണമല്ലോ, എന്തുകൊണ്ട് പള്ളി കയറുന്നത് ശരിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില പോസ്റ്റൊക്കെ ആയിട്ട് ഇറങ്ങി. ഇത് നമ്മൾ സാധാരണ നമ്മളുടെ ഉണ്ണാക്കൻസിനെ കുറിച്ച് പറയാറുണ്ട്, സ്വന്തം മൂട്ടിൽ വെടിവെക്കാന്ന്. ഇത് അതുക്കും മേലെയാണ്. മൂട്ടിൽ നിന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇത് വേറെ എവിടെയാണ് കൊണ്ട് വെടിവെച്ചിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഓക്കെ, തോക്കിൻ്റെ കുഴൽ അങ്ങോട്ട് അകത്തേക്ക് കയറ്റിയിട്ടാണ് വെടിവെച്ചിരിക്കുന്നത്. ഇത് മുഹമ്മദ് സജീർ ബുഖാരി എന്തോ വലിയ സംഭവമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ നവംബർ 7 എന്താണ് AMA അമാഹ ഹെൽത്ത് എന്ന പോർട്ടലിൽ ഡോക്ടർ ദിവ്യാജി നല്ലൂർ MD സൈക്യാട്രി എഴുതിയ ഒരു പഠനമുണ്ട്. അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്, റീസൺസ്, കോസസ്, ഇമ്പാക്ട്, ലീഗൽ പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്. അടിപൊളിയല്ലേ? സംഗതിയൊക്കെ തുടക്കമൊക്കെ ഗംഭീരമാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആൾ അങ്ങ് കത്തിക്കയറിയിട്ട് ഇത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവസാനിപ്പിക്കുന്നത് എന്താണ്? അതായത് ഇതിൻ്റെ സാധനം കാണാം. അതായത് ജെൻഡർ സെൻസിറ്റീവ് എഡ്യൂക്കേഷൻ, ഹറാസ്മെൻറ്റ് നിരോധന നിയമങ്ങൾ, ക്ലിയർ കോണ്ടക്ട് കോഡ്സ്, കൺസെൻറ്റ് ലിറ്ററസി, ഇമോഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവയുടെ അപകടങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കണമെന്നും ഇത്തരം പഠനങ്ങൾ ശുപാർശ ചെയ്യുന്നു. എന്നിട്ട് അവസാനം സ്ത്രീ പള്ളിയിൽ കയറിക്കൂടാ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഓക്കെ, പുരുഷന്മാരുമായി കലരരുത് എന്നാണ്. അവരുടെ മാത്രം ഇടങ്ങളിൽ പുരുഷനും ഇടിച്ചു കയറരുത്. സെഗ്രിഗേഷൻ ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ നാം ഒട്ടനേകം സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നിർമ്മിക്കുകയും പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അതെവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ നമ്മളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ബസ്സിൽ റിസർവേഷൻ, ട്രെയിനിൽ റിസർവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ടോയ്ലറ്റ് സംവിധാനം, വാഷ്റൂംസിലൊക്കെ സെഗ്രിഗേഷൻ വെക്കുന്നത്, അത് സ്ത്രീകളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ മനസ്സിലാക്കി വെക്കുന്നത്. അതല്ല എൻ്റെ പൊന്ന് ഉസ്താദുമാരെ, ഇതാണ് മനസ്സിലായി. ഇതൊരു പുരോഗമിച്ച സമൂഹത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഈ സെഗ്രിഗേഷൻ ഇല്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എപ്പോഴും പറഞ്ഞു മടുത്ത കാര്യമാണ്. അതായത് യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന അവരുടേതായിട്ടുള്ള ആ സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് ഫേസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കാരണം അവർക്ക് പുറത്തിറങ്ങാനുള്ള മടി, അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള മടി, ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ചില എന്താ പറയുക വഴികളാണ്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് പ്രത്യേകമായ വണ്ടിയുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകമായ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് പ്രത്യേക സീറ്റുണ്ട്, നിങ്ങൾക്ക് പ്രത്യേക വാഷ്റൂം സൗകര്യങ്ങളുണ്ട്, ധൈര്യമായിട്ട് പോന്നോളൂ, പുറത്തേക്ക് കടക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സിഗ്നലിംഗ് കൂടിയാണ് സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ റിസർവേഷൻസ് എന്ന് പറയുന്നത്. ഇതൊരു ഘട്ടം കഴിഞ്ഞ് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു നിർബന്ധിക്കലിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എംപവർമെൻറ്റിൻ്റെയോ ഒരു ആവശ്യം കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ളടത്ത് യാത്ര ചെയ്യാം. അവർ ഈ റിസർവേഷൻ സീറ്റിൽ മാത്രമല്ല, അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സീറ്റ് ഉണ്ടെങ്കിലും സ്ത്രീകളുടെ സീറ്റിൽ മാത്രമാണോ ഇരിക്കാറുള്ളത്? അല്ല, അവർ അല്ലാത്ത ജനറൽ സീറ്റിലും ഇരിക്കും. എന്താണ് അതിന് അവർ ഓക്കെയാണ്. ഇപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് അവരുണ്ടെങ്കിൽ അവർ സീറ്റിലൊന്നും ഇരിക്കില്ല, അവിടെ എങ്ങാനും ഒരു പുരുഷൻ വന്നിരുന്നാലോ എന്നൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ആ ഭാഗത്തേക്കേ പോകില്ല. സ്ത്രീകൾ എപ്പോഴും ഇപ്പോഴൊക്കെ ചില ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ സ്ത്രീകൾ പിന്നിലെ ഡോറിൽ കൂടെ വരെ കയറുന്നു. ആ നിലയിലേക്കൊക്കെ വന്നു. കുറേ കാലമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് അവർക്ക് മാറാൻ കഴിയുന്നത്? ഇതൊരു എംപവർമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇന്ന് സ്കൂട്ടർ ഓടിച്ച് നടക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നു. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ആ ഒരു എംപവർമെൻറ്റ് വന്നു കഴിയുമ്പോൾ സ്ത്രീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ഒക്കെ ബ്രേക്ക് ആവും. അപ്പോൾ പിന്നെ അവർ
പിന്നെ അതിന് ആവശ്യമില്ല. അവർ ഇഷ്ടമുള്ള പോലെ യാത്ര ചെയ്യും, അവർ ഇഷ്ടമുള്ളിടത്ത് ഇരിക്കും. അങ്ങനെയൊക്കെ പോകുമ്പോൾ കുറേ കൂടിയൊക്കെ കണ്ട് കഴിയുമ്പോൾ പിന്നെ ഈ വാഷ്റൂം സൗകര്യം പോലും അത് യൂണിസെക്സ് ആവും. അങ്ങനെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ സെപ്പറേറ്റ് എന്ന് പറയുന്നതിലൊന്നും വലിയ കഥയൊന്നും ഉണ്ടാവില്ല. ഇതാണ് സംഭവിക്കേണ്ട പൊന്നുസ്താദ്മാർ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മാതിരി സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വെക്കുന്നത് അത് അക്രമം തടയാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങളുടെ ചെറിയ ബുദ്ധിയിൽ തോന്നുമ്പോൾ ഒരു പ്രശ്നമാണ്. അപ്പം ഞാനപ്പോൾ ആലോചിച്ച് പോണത്, ഇപ്പോൾ മലപ്പുറത്തൊക്കെ എപ്പോഴും കല്യാണമൊക്കെ നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അപ്പുറത്തൂടെ വഴി, പുരുഷന്മാർക്ക് ഇപ്പുറത്ത്. സ്വന്തം വീട്ടിൽ കല്യാണത്തിന് ആളുകളെ വിളിക്കുമ്പോൾ അവിടെ വരുന്ന സ്ത്രീകൾ, അവിടെ വരുന്ന പുരുഷന്മാർ, അവർ തമ്മിൽ ഇതേപോലെ അക്രമം ഉണ്ടാവും. അവിടെയുള്ള ഈ പറയുന്ന സ്ത്രീകളെ അവിടെ പുരുഷന്മാർ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ കുടുംബക്കാരെയല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ കുടുംബക്കാരിൽപ്പെട്ടിട്ടുള്ള ആ പുരുഷന്മാർ പോലും ഇങ്ങനെയാണെന്നാണോ അപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നത്? നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളോ ധാരണ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ ചോദിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇനി അഥവാ പെണ്ണുങ്ങൾ ഇങ്ങനെ വശീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നാണോ നിങ്ങൾ അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞു വെക്കുന്നത്? എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലെ സെഗ്രിഗേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ സ്വന്തം കുടുംബത്തിൽ പോലും അത് പ്രശ്നമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കണം? കല്യാണത്തിന് ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അതാണ് ഇതിൽ മനസ്സിലാവുന്നത്. ഇനി പോട്ടെ, ഈ പള്ളിയിലേക്ക് ഞാൻ വരുന്നുണ്ട്. നിങ്ങളുടെ ജാക്കിസ്ഥാനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നുണ്ട്, ലോക ജാക്കി തലസ്ഥാനത്തെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് വരുന്നതിന് ഇതങ്ങ് തീർക്കാം. ആൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് അതായത് ഒട്ടനേകം സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നിർമ്മിക്കുകയും പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മനുഷ്യനായി നിലനിൽക്കുന്ന കാലത്തോളം അത് 1-ാം നൂറ്റാണ്ടായാലും 50-ാം നൂറ്റാണ്ടായാലും ഈ അതിർവരമ്പുകൾക്ക് പ്രസക്തിയുണ്ട്. ഈ സെഗ്രിഗേഷൻ വേണം എന്നുള്ളതിനുള്ള വാദമാണ് കേട്ടോ. നമ്മുടെ മനഃശാസ്ത്ര വിദഗ്ധരും സാമൂഹിക ശാസ്ത്രജ്ഞരും ചരിത്ര വിചക്ഷണനുമെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണിത്. സമകാലിക രാഷ്ട്രീയ കേരള മുന്നണി ഭേദമില്ലാതെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ദൈനംദിന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാനും അതൊന്നും കാണാതെ തങ്ങൾ ഉയർത്തുന്ന ലിബറൽ ചിന്തകളോട് സമരസപ്പെട്ടാൽ മാത്രം പുരോഗമനം, അല്ലാത്തപ്പോൾ പഴഞ്ചനുമാകുന്നത് അഡ്ഹോമിനം ലേബലിംഗ് എന്ന ലോജിക്കൽ ഫാലസി തലയിലേറ്റി നടക്കുന്നത് കൊണ്ടാണ്. കുറേ പേരുടെ കയ്യടി കിട്ടുമായിരിക്കാം, അതുകൊണ്ട് മാത്രം ഒരു ആശയം പുരോഗമനപരമാകുന്നില്ല. ഇതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. പോട്ടെ, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇന്ന് ഏറ്റവും മിനിമം ഒരു സെഗ്രിഗേഷൻ ഈ ഉസ്താദുമാരും ആൺകുട്ടികളും തമ്മിലുള്ള ഒരു സെഗ്രിഗേഷൻ എന്തെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് ആലോചിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഇന്നും കൂടി ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ വോട്ടിന് വേണ്ടിയിട്ട് ആളുകൾ ഓടി നടക്കുന്നതിനിടയിൽ ഉസ്താദ് പോയിട്ടൊരു കുട്ടീനെ പീഡിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒരു അവസ്ഥയെ ഒരു അന്തിമദിനം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഉസ്താദ് പറഞ്ഞു വെച്ച സാധനം. അപ്പോൾ എന്താണ് ഇവിടെ സ്ത്രീ പുരുഷ സെഗ്രിഗേഷൻ അത് വളരെ അത്യാവശ്യമാണ്. അത് വലിയ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമാണെന്നാണ്. അപ്പോൾ നോട്ട് ദ പോയിന്റ്, സെഗ്രിഗേഷൻ ആവശ്യമാണ്. ഇനി അടുത്തത് നമ്മുടെ അബ്ദുള്ള ബാസിലിൻ്റെ ഒരു കോമഡിയാണ്. അബ്ദുള്ള ബാസിൽ ഇവിടെ പറഞ്ഞത് ഇത് കൾച്ചറും മതവും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വേർതിരിച്ചു ഈ കുട്ടി എന്നുള്ളത് കാണിച്ചിട്ടാണ് ആളുടെ ഒരു സപ്പോർട്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഇതാണ് കൾച്ചറും മതവും. ഹോർത്തൂസ് പ്രോഗ്രാമിൽ ഫാത്തിമ നർഗീസ് എന്ന വിദ്യാർത്ഥിനി നടത്തിയ സംസാരത്തിൽ വന്ന പ്രധാന വേർതിരിവാണ് കൾച്ചറും മതവും എന്നത്. പറഞ്ഞതിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ടാവാമെങ്കിലും ആ പോയിന്റ് ക്ലാരിറ്റിയോടെ അവർ പറഞ്ഞു എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതം എന്ന സ്ഥിരം ഒഴുക്കൻ മട്ടിലുള്ള ആങ്കറിൻ്റെ സംസാരത്തിൽ പോലും ഇടയിൽ കയറി മതമല്ല കൾച്ചർ എന്ന് തിരുത്തി പറയാൻ കാണിച്ച ക്ലാരിറ്റി പ്രശംസനീയമാണ്. അപ്പോൾ അതായത് നർഗീസ് എന്ത് പറഞ്ഞു എന്നായി പറയുന്നത്? ഇത് മതത്തിൻ്റെ കുഴപ്പമല്ല, ഇത് കൾച്ചറിൻ്റെ പ്രശ്നമാണ്. മതത്തിൽ അങ്ങനെയൊന്നുമില്ല, ഇത് കൾച്ചർ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴുക്കൻ മട്ടിൽ മതത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിൽ നിന്നും നമ്മളുടെ നർഗീസ് മതത്തെ രക്ഷിച്ചു എന്നത് അബ്ദുള്ള ബാസിൽ അവിടെ സപ്പോർട്ട് ചെയ്യാണ്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ തോന്നി ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ പിന്നെ പുള്ളി ഒന്ന് അതിനൊന്ന് ന്യായീകരിക്കുന്നതാണ് അടുത്ത പേര. ഒന്ന് വായിച്ചോളാം. പലപ്പോഴും നാടിൻ്റെ സംസ്കാരത്തോട് കൂടി ചേർന്നാണ് മതനിയമങ്ങൾ പ്രാവർത്തിക തലത്തിലേക്ക് എത്തുക. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഒരു സമൂഹത്തിൽ ഒരു സമൂഹം, ഒരു ഇസ്ലാമിക സമൂഹം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ള ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും ആ മതനിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നിൽക്കുകയുള്ളൂ. അതല്ലേ ബാസിൽ എന്താണ് ഇവിടെ ആളെ പറ്റിക്കാൻ നോക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സാധനം മതനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദനീയമല്ലാത്തൊരു കാര്യം ഒരു കൾച്ചറിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ തട്ട വിടുന്നതിനെ കുറിച്ച് പറയുന്നതായാൽ പോലും അതാണല്ലോ ഇപ്പോൾ മറ്റൊരു വിഷയം. ഏത് വിഷയം നിങ്ങൾ പാട്ട് കേൾക്കുന്നതായാലും ശരി, ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും ഞങ്ങളുടെ സംസ്കാരം ഇത് ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നല്ലേ ബാസിൽ ഇത്രയും നാൾ പറഞ്ഞത്. സൂംബ വിവാദം വന്നപ്പോൾ എന്താ ബാസിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? സൂംബ പാടില്ല എന്ന് നിയമത്തിൽ ഇസ്ലാമിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ബാസിൽ പറഞ്ഞ എന്താണ്? ഇത് ഇസ്ലാമിക സംസ്കാരത്തിൽ അത് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്നാണ് പറഞ്ഞത്? അതിനകത്ത്
എങ്ങനെ നഗ്നത കാണിക്കുന്നു, പിന്നെ മറ്റു പല സാധനങ്ങൾ പാട്ട് പാടുന്നു, ഇഞ്ചാതി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് അനുവദനീയമല്ല എന്ന് പറഞ്ഞത് ഇസ്ലാമിക സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ഇത് ബാസിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാസിലിന് ഒരു പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ബാസിലും എല്ലാം കടന്ന് ഉരുളുകയാണ് ഇവിടെ, അതാണ് കാണുന്നത്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് എന്താണ്, പ്രാദേശികമായ സംസ്കാരങ്ങൾ മതനിയമങ്ങൾക്ക് എതിരാവാത്ത കാലത്തോളം സ്വീകരിക്കാം എന്നാണ് ഇസ്ലാമിൻ്റെ നയം. അങ്ങനെ അല്ലാത്തതിൻ്റെ പേരിൽ സ്വീകരിച്ചിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ് അതൊന്ന് പറഞ്ഞു തന്നാൽ മതിയല്ലോ. എന്നാൽ പിന്നെ പണി നമുക്ക് എളുപ്പമാണല്ലോ, ആ നിയമങ്ങൾ നമുക്ക് എടുക്കാമല്ലോ. അതായത് അങ്ങനെ ഓക്കെ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, മതനിയമങ്ങൾക്ക് അനുസൃതമായ ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ തള്ളും. ഇത്രയല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ സാംസ്കാരികമായ സാധനങ്ങൾ നമുക്ക് എതിരാണെന്നുണ്ടെങ്കിൽ ആ സാംസ്കാരികമായ സാധനത്തെ തള്ളും എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്, നമ്മൾ എന്ത് സാധനം എടുക്കണമെന്നുണ്ടെങ്കിലും മതത്തിൽ പറഞ്ഞ സാധനം മാത്രമേ എടുക്കൂ, അല്ലാത്തൊന്നും എടുക്കാൻ പറ്റില്ല. അതൊക്കെ അനിസ്ലാമികമാണ്. എത്ര കൾച്ചറിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതല്ലേ നിങ്ങളും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം. ഇതന്നെയല്ലേ പ്രശ്നം. ഇപ്പോൾ ഇന്ത്യയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ ഓണം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇതൊരു സാംസ്കാരികമായ ഒരു സാധനം കൂടിയാണ്, നമ്മളുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾ അത് ഒരു തരത്തിലും ഒരു വ്യക്തിയെയും അവരുടെ വേറൊരു തരത്തിലും ബാധിക്കാത്ത വിഷയമാണ്. പക്ഷെ നിങ്ങളവിടെ പറയുന്നത് എന്താണ്, ഷിർക്ക് ആണ് എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അതിനെ എതിർക്കുന്നത്. അപ്പോൾ ആ സാധനത്തിൽ നിങ്ങൾ കലർത്തുന്നത് മതമാണ്. ആ മതം കലർത്തിയിട്ടാണ് നിങ്ങൾ ആ കൾച്ചറൽ സാധനത്തെ നിങ്ങൾ ഇസ്ലാമികമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയാറ്. ചില ആളുകൾ വന്ന് പറയാറുണ്ട് ഇസ്ലാമിൽ ഇത് കൾച്ചറൽ സാധനമാണ്. ഇസ്ലാമിൽ കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ കുട്ടി പറഞ്ഞത് അവിടെ തെറ്റാണ്. ഞാൻ പിന്നെ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല എന്ന് വെച്ചപ്പോഴാണ് ബാസിൽ ഇത് പൊക്കിക്കൊണ്ടുവരുന്നത്. കുട്ടി പറഞ്ഞത് തെറ്റാണ് അടിസ്ഥാനപരമായിട്ട്. നമ്മളുടെ ഈ ഫാത്തിമ നർഗീസ് പറഞ്ഞ കാര്യം തെറ്റാണ്. എന്താ കാരണം, ഇസ്ലാമിൽ പറയുന്നത് പ്രകാരം അങ്ങനെ പള്ളിയിൽ പോകുന്ന കാര്യം എന്ന് പറയുന്നത് കൾച്ചറലായിട്ടുള്ള സാധനമല്ല, അത് മതപരമായിട്ടുള്ള കാരണമാണ്. മതപരമായിട്ടുള്ള തർക്കമാണത്. ഒരു കൂട്ടം ആളുകൾ പറയുന്നു പള്ളി പോകാം, ഒരു കൂട്ടം ആളുകൾ പറയുന്നു പള്ളി പോകാൻ പറ്റില്ല. ഇത് കൾച്ചറൽ പ്രശ്നമല്ല, ഇത് മതപരമായിട്ടുള്ള പ്രശ്നമാണ്, നിയമപ്രശ്നമാണ്. ഏതുപോലെ കൈ നിസ്കരിക്കുമ്പോൾ പള്ളയെ കെട്ടണോ നെഞ്ചത്ത് കെട്ടണോ, നിയമപരമായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ വിരൽ ഇങ്ങനെ വെക്കണോ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണോ, നിയമപരമായിട്ടുള്ള പ്രശ്നമാണ്. ഇതേപോലെയാണ് ഓരോ പ്രശ്നങ്ങൾ. നിങ്ങൾ ഓരോ വിഷയം എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. തറാവി റമദാൻ മാസത്തിൽ 11 വേണോ 23 വേണോ, നിയമപരമായ പ്രശ്നമാണ്. ഇസ്ലാമിലെ നിയമം എന്ത് പറയുന്നു, ഇത് തമ്മിലുള്ള പ്രശ്നമാണ്. കുനൂത്ത് ചെല്ലണോ വേണ്ടേ, നിയമപരമായ പ്രശ്നമാണ്. ഏത് വിഷയം നിങ്ങളെടുത്തോ എല്ലാത്തിലും നിയമമാണ്. അല്ലാതെ ഇതിനകത്ത് കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല എൻ്റെ പൊന്ന് നർഗീസ്. ഏതായാലും നർഗീസ് അത് പറഞ്ഞപ്പോൾ അത് ഇവിടെ നമ്മളുടെ ബാസിലിനത് കൊള്ളുകയും വേണം എന്നാൽ തള്ളുകയും വേണം എന്നുള്ളൊരവസ്ഥയിൽ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മെഴുകൽ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാസിൽ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ഇസ്ലാമിൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. അങ്ങനെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടൊരു സാധനം എടുത്തു എന്ന് പറയുന്ന സാധനം അത് ആത്യന്തികമായിട്ട് ഇസ്ലാമിൽ അനുവദനീയമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്. അനുവദനീയമല്ലാത്ത സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾ തള്ളും. അപ്പോൾ അത് മതപരമായ സാധനങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ, മതപരമല്ലാതെ ഹറാമായ സാധനം മുഴുവൻ നിങ്ങൾ തള്ളും. ഇതാണ് അതിൻ്റെ കാര്യം. ഇതിന് വലിയ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡെക്കറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ബാസിലിൻ്റെ ഇരട്ടത്താപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറയുന്ന സൂംബ വന്നപ്പോൾ സൂംബ നമ്മൾ എതിർക്കുന്നത് അത് നമ്മളുടെ ഇസ്ലാമിക സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നപ്പോൾ അത് നമ്മൾ ചൂഴ്ന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ എന്താണ്, ഇസ്ലാം അനുവദിക്കുന്നില്ല, മ്യൂസിക് ഹറാമാണ്, സ്ത്രീ പുരുഷ ഇടകലറൽ അവിടെ പ്രശ്നമാണ്. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ അന്ന് നിങ്ങളതിനെ എതിർത്തത്. അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അല്ലാതെ ഇതിനകത്ത് കൾച്ചറിൻ്റെ എലമെൻ്റ് ഒന്നും ഇല്ലല്ലോ. ഇത് ഇസ്ലാമിക ഇസ്ലാം അതിനെ അനുവദിക്കുന്നത്. പച്ചയ്ക്ക് നമ്മളന്ന് പറഞ്ഞു ഒരു ചർച്ചയിൽ ബാസിലാണോ ബാസിൽ അനിയനാണോ ആരോ ഒരാൾ വന്നിരിക്കുന്നുണ്ടായിരുന്നല്ലോ, പച്ചയ്ക്ക് നമ്മൾ പറഞ്ഞാണ് ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ആ ചർച്ച അവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ, അത് വേറെ തമാശ. ബാക്കിയുള്ള എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കഥ. എന്തായാലും ഈ സാധനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ പറയുന്ന വിഷയം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.